അസ്സലാമലൈക്കും. ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് അങ്ങനെ പോകുന്നുണ്ട്. ഇന്നലെ ഉണ്ടല്ലോ വ്ലോഗ് ഇടാത്തത് വെറും മടി കാരണം ഭയങ്കര മടിയായിക്കുക. അതുകൊണ്ട് എനിക്ക് വ്ലോഗ് ഇടാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഇന്നത്തെ പരിപാടി അങ്ങ് തുടങ്ങി. എല്ലാവർക്കും ഇഷ്ടം എന്താ അത്രേ, എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് കേട്ടോ, ഞാൻ ചായ വെച്ച് തുടങ്ങുന്ന വ്ലോഗാണ് അത്ര എല്ലാവർക്കും ഇഷ്ടം. അപ്പം നമുക്കിന്ന് ചായ വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് തുടങ്ങാം അല്ലേ. ഇതാ നമ്മൾ പാലക്ക് വന്നിട്ടുണ്ടായിരുന്നു, ജിമ്മിന് പോയിട്ടുണ്ടായിരുന്നു, ഡയറ്റ് ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 20 ദിവസം കഴിഞ്ഞു. ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറുതായിട്ട് മാറ്റങ്ങൾ മതി എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇരിക്കുന്നത്. പെട്ടെന്ന് വെയിറ്റ് ലോസ് ആകുമ്പോൾ നമ്മുടെ സ്കിന്നിനും എല്ലാറ്റിനും ഭയങ്കര ഡാമേജ് വരും. അപ്പോൾ നമ്മൾ ഒരു 4 മാസം കൊണ്ട് അല്ലെങ്കിൽ 10 കിലോ കുറയുന്നത് വരെ എന്നുള്ള ഒരു മെൻറ്റാലിറ്റി ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ എൻ്റെ മനസ്സിനെ. 2 മാസം കൊണ്ട് 10 കിലോ കുറയ്ക്കുക എന്നുള്ളത് ഭയങ്കര ടാസ്ക്കാണ്. അത് മാത്രമല്ല, അത് ഹെൽത്തി ആയിട്ടുള്ള ഒരു വെയിറ്റ് ലോസ് അല്ല. ഒരു മാസം നമുക്ക് 3 കിലോ വെച്ചിട്ടൊക്കെ കുറയണതാണ് ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് ലോസ് എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഞാനിപ്പോൾ 3 kg കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് 3 ആഴ്ച ആവാൻ പോകുന്നുണ്ട്. അപ്പോൾ 3 kg കുറഞ്ഞിട്ടുണ്ട് ഞാൻ. ഈ മാസം ഞാൻ കുറയുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. ഞാൻ വെയിറ്റിൽ അങ്ങനെ ഫോക്കസ് വെയിറ്റ് ഇന്ന് ഇത്ര കുറയണം എന്നുള്ളൊരു ഫോക്കസ് ഞാൻ കൊടുക്കുന്നില്ല. ഞാൻ 10 കിലോ കുറയ്ക്കണം എന്നുള്ളൊരു ഫോക്കസേ ഞാൻ കൊടുക്കുന്നുള്ളൂ. അത് എത്ര മാസം എടുക്കണമെന്ന് വെച്ചാൽ അത്ര മാസം അങ്ങനെ. പക്ഷെ ചായ സ്കിപ്പ് ചെയ്തിട്ടുള്ള ഒരു വെയിറ്റ് ലോസ് എന്നെ കൊണ്ട് നടക്കൂല. അത് ഞാൻ കേട്ടോ കുറേ പേർക്ക് നടക്കുന്നില്ല കേട്ടോ. ഒത്തിരി പേര് പറയുന്നുണ്ട് എന്ത് വേണമെങ്കിലും ഒഴിവാക്കാം, പക്ഷെ ചായ കൂടി തുടങ്ങി കഴിഞ്ഞാൽ ചായ സ്കിപ്പ് ചെയ്യൽ മാത്രം നടക്കുന്നേ ഇല്ല എന്നുള്ളതാണ് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുള്ളത്. എൻ്റെ ഒരു ഫ്രണ്ട് ഇപ്പം അടുത്ത് വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്നെ കണ്ടിട്ട് തന്നെയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എൻ്റെ സ്റ്റാറ്റസ് കണ്ടിട്ട് എന്നോട് ചാറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. 37 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഫോളോ ചെയ്യാൻ പറ്റട്ടെ അല്ലേ, അവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റട്ടെ അല്ലേ എന്തായാലും. പക്ഷേ തടി എന്നുള്ളത് ഒരിക്കലും ഒരു മോശം കാര്യമല്ല കേട്ടോ. എപ്പോഴും പറയാ, നമ്മുടെ തടി ഇതിൽ ഞാൻ ഓക്കെ അല്ല എന്ന് നമ്മൾക്ക് എപ്പോൾ തോന്നുന്നോ അപ്പം മതി നമുക്ക് ഈ വെയിറ്റ് ലോസും കാര്യങ്ങളും. അല്ലാണ്ട് വേറൊരാൾ പറഞ്ഞിട്ടുള്ള വെയിറ്റ് ലോസ് ഒന്നും നമുക്ക് വേണ്ട. മനസ്സിലായോ? അപ്പൊ ഞാൻ ഇന്നൊരു അടിപൊളി ചട്നി അരച്ചെടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് കാണണം കേട്ടോ. ഞാൻ 2 ചട്നി അരയ്ക്കണം വിചാരിച്ചായിരുന്നു, പക്ഷെ സമയം കിട്ടിയില്ല. ഒരു ചട്നി അതിന്റെ റെസിപ്പി കാണണ്ടേ. ദോശയും ചട്നിയായിരുന്നു കേട്ടോ ഇന്നത്തെ. ഇത് ചട്നി എന്നല്ല, ചമ്മന്തി. അപ്പൊ ഞാനിവിടെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക. പിന്നെ 1 സ്പൂണ് ഉഴുന്നിട്ട് കൊടുക്കുക. 1 സ്പൂണ് പരിപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ഒരു വലിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കണം. ഒരു 5-6 വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. 8-10 ഒക്കെ ഉണ്ടാവും, അത്ര ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളിയുടെ ഫ്ലേവർ അത്യാവശ്യം വരണം കേട്ടോ. ഇനി എരിവിന് ആവശ്യമുള്ള ഒരു 3 വറ്റൽമുളക് ചേർത്തി കൊടുക്കുന്നുണ്ട്. അതേപോലെ കറിവേപ്പിലയും ചേർത്തി കൊടുക്കുന്നുണ്ട്. ഒന്ന് വഴറ്റിയെടുത്ത ശേഷം ഞാൻ ഇതിലോട്ട് ഒരു 2 തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. അപ്പൊ എന്തായാലും ഇതൊക്കെ ഒന്ന് പെട്ടെന്നൊന്ന് വഴണ്ട് വരട്ടെ. ജസ്റ്റ് ഒന്ന് അടിച്ചു വെക്കുക കേട്ടോ. കുറച്ച് ഉപ്പിട്ട് എടുത്താലും മതി. അപ്പൊ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിയിലയാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇച്ചിരി മല്ലിയില ചേർത്തി കൊടുത്തു. പിന്നെ ചെറിയൊരു പീസ് പുളി ചേർത്തി കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ആവശ്യത്തിനുള്ള ചേർത്തി കൊടുക്കുക. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ഒരു 3/4 സ്പൂൺ, കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ. എരിവ് വേണമെന്നുണ്ടെങ്കിൽ സാധാരണ മുളക് പൊടി ഇനി നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായി വഴറ്റി അവിടെ ചൂടാറാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചേക്കുവാണ് കേട്ടോ. ചൂടാറിയിട്ട് മിക്സിയുടെ ജാറിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ പണി കിട്ടും. അങ്ങനെ അയൻകുട്ടിക്ക് ഇന്ന് ഫുട്ബോൾ മാച്ചുള്ള ദിവസമായിരുന്നു, പക്ഷെ അവനക്ക് സെലക്ഷൻ കിട്ടിയില്ല കേട്ടോ. ഭയങ്കര സാഡായിരുന്നു കേട്ടോ. അതിൽ ആള് നല്ലോണം കഷ്ടപ്പെടുന്നുണ്ട്. അവൻ്റെ ബോഡി കണ്ടാൽ മനസ്സിലാവണില്ലേ, ആള് ഫുള്ള് എന്താ പറയാ ടാൻ അടിച്ച് മെലിഞ്ഞു ഒട്ടി ഇരിക്കുകയാണ്. അപ്പോൾ അവനക്കാണെങ്കിൽ ഭയങ്കര ക്രേസ് കേട്ടോ ഫുട്ബോൾ കളിക്കാൻ. മലപ്പുറത്തൊക്കെ ജനിക്കേണ്ട ആളായിരുന്നു എന്ന് തോന്നുന്നു ഫുട്ബോളിന്റെ ഭ്രാന്ത് കാണുമ്പോൾ.
അപ്പൊ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടു. ഭയങ്കര ചൂടാറിയിട്ടില്ല, ഇപ്പോഴും അതൊന്ന് പുക പോകുന്നുണ്ട്. പക്ഷെ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇങ്ങനെ അടിച്ചെടുക്കാന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ അങ്ങനെ പെട്ടെന്നൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ എന്നോട് ദോശമാവിന്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ദോശമാവ് കൊണ്ട് സോഫ്റ്റ് ദോശ ഉണ്ടാക്കുക, ക്രിസ്പി ദോശ ഉണ്ടാക്കുക. ഇതൊക്കെ നല്ല എന്താ പറയാ, നമ്മുടെ മസാല ദോശക്കൊക്കെ പറ്റിയ സംഭവമാണ് കേട്ടോ ഈ ദോശ. അപ്പോൾ അതിന്റെ റെസിപ്പി ഞാൻ പറയാട്ടോ, എന്തെല്ലാം എത്രയെല്ലാം ഇടണം എന്നുള്ളത്. ഞാനിതാ മോൻക്ക് വേഗം വേഗം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് ലഞ്ചും ഞാൻ ഇതന്നെയാട്ടോ ആക്കി കൊടുക്കുന്നത്. മിക്സിയുടെ ജാറിന്ന് അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. നമ്മുടെ ചമ്മന്തി ഇതാ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് കടുക് താളിക്കണേയും താളിച്ചെടുക്കാം കേട്ടോ. അപ്പൊ റിഹാനിക്കും അയാനിക്കും ഞാൻ ഇന്ന് ദോശ തന്നെയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. പിന്നെന്താ, ഒത്തിരി കമന്റ്സ് വന്നിട്ടുണ്ട്. ഇന്നലെ എൻ്റെ വീഡിയോ ഇല്ലാനിട്ട് മിസ്സായ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. വെറുതെ എനിക്കൊരു സന്തോഷം, അത്രേ ഉള്ളൂ. ജിനിത ഇന്നലെ വീഡിയോ ഇല്ലാണ്ട് മിസ് ചെയ്തു എന്നാർക്കെങ്കിലും പറയാൻ ആഗ്രഹം ഉണ്ടെങ്കിലും ഒന്ന് പറയാട്ടോ. നമുക്കൊരു മോട്ടിവേഷൻ, നെക്സ്റ്റ് ഒരു വ്ളോഗ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ. ഓക്കെ, അതാണ് ഞാൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അയാനിക്കുള്ള ലഞ്ചൊക്കെ ഞാൻ പാക്ക് ചെയ്ത് കൊടുത്തു. റിഹാൻ പോകാനാവണേ ഉള്ളൂ. അയാനിക്ക് നേരത്തെ പോകണം പറഞ്ഞു. യൂണിഫോം വേണ്ട, കളർ ഡ്രസ്സ് ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. അവർക്കിന്ന് സ്കൂളിൽ, അതായത് ക്യാമ്പിന് ഉള്ള ഫുട്ബോൾ സെലക്ഷന് വേണ്ടിയിട്ട് കളിക്കുന്ന കുട്ടികൾക്ക് മാത്രം ക്ലാസ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, അറ്റൻഡൻസ് ഉണ്ടാവും കേട്ടോ. പിന്നെ ഞാൻ റിഹാൻക്ക് 2 റോസ്റ്റ് ഉണ്ടാക്കി വെച്ചു. അതിന്റെ കൂടെ അവന്റെ ലഞ്ചും ആക്കി. അപ്പൊ ഒരു സൈഡിലോട്ട് ചമ്മന്തി ഇട്ടോ എന്ന് പറഞ്ഞു എന്നോട്, കാരണം 2 ബോക്സ് ഒന്നും കൊണ്ടുപോകാൻ വയ്യത്ര അവനക്ക്. അപ്പൊ ഒരു സൈഡിലേക്ക് ചമ്മന്തി ആക്കിയിട്ട് അവന്റെ ഫുഡും അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് കഴിക്കാനുള്ളത്. അതിന്റെ ഇടയിൽ അയൻകുട്ടി പോയി ദോശന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്കിയതാട്ടോ. ഒരു പിച്ച് വായിലിട്ടതാണ്. അതിന്റെയൊക്കെ ടേസ്റ്റ് ഞാൻ മറന്നുപോയിട്ടോ, ചോറിന്റെ ടേസ്റ്റ് ഒക്കെ മറന്നുപോയി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ അയൻകുട്ടി പോയ ശേഷം അവനക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും എടുക്കുകയാണ്. എനിക്കിപ്പോ ജിമ്മെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും 8:30 ആവുമ്പോഴേക്കും ഭയങ്കര വിശപ്പാണ്. 9 മണിക്കാണ് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട സമയം. പക്ഷെ 8:30 ആവുമ്പോഴേക്കും വിശന്നിങ്ങനെ കുടല് കരിയും. അപ്പൊ മാക്സിമം ഞാൻ റിഹാന്റെ കൂടെ തന്നെ ഇരുന്ന് കഴിക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്നില്ല, 9-9:30 വരെയൊന്നും വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത്രയും വിശന്ന് വയറ് കത്തുന്നു എന്ന് പറഞ്ഞാൽ വയറിങ്ങനെ കാളുന്നു പറയും, നമ്മളെവിടെ കത്തുന്നു എന്ന് പറയും കേട്ടോ. അങ്ങനെ ഞാൻ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുത്തത് 2 റോബസ്റ്റയും പിന്നെ പൈനാപ്പിളും വാട്ടർമെലോണും ആണ് കേട്ടോ. എഗ്ഗ് കഴിക്കാത്ത ദിവസങ്ങളിലാണ് റോബസ്റ്റ് എടുക്കുന്നത്. എഗ്ഗ് കഴിക്കുന്നുണ്ടെങ്കിൽ റോബസ്റ്റ് എടുക്കില്ല, രണ്ടും കൂടെ ഒരുമിച്ച് കഴിക്കാനും പാടില്ല കേട്ടോ. അപ്പോ ഞാൻ വേഗം ഫ്രൂട്ടൊക്കെ റെഡിയാക്കി. ഇരിക്കാനൊന്നും സമയമില്ലല്ലേ. അപ്പൊ അതിന്റെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. ഇനി എന്താണ് പരിപാടി? ഇന്ന് നമുക്ക് അത്യാവശ്യം റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു വലിയ വ്ളോഗാണ് കേട്ടോ ഞാൻ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഫുള്ളായിട്ട് കാണണം, കണ്ട് സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് ഫുഡെല്ലാം കഴിച്ചു. റിഹാൻക്ക് ഇനി പോകേണ്ട സമയമായി. അവന്റെ ലഞ്ചൊക്കെ ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ലഞ്ചൊക്കെ എടുത്തിട്ട് ഇതാ അവനും പോവുകയാണ്. അവൻ പോകുമ്പോ എന്തൊക്കെയോ അയടിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഒന്നും കേൾക്കാവാത്ത പോലെ പോകുന്നുണ്ട്. കുട്ടികളൊക്കെ വലുതായി എന്നുള്ളത് മനസ്സിലാവുന്നത് അപ്പോഴൊക്കെയാണ് കേട്ടോ. പിന്നെ വേഗം വന്നിട്ട് വാഷിങ്ങിനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറെ ഭാഗങ്ങൾ അടിച്ചു വാരാനുണ്ട്. പുല്ലൊക്കെ കിളിർക്കാൻ തുടങ്ങിയിട്ടുണ്ട് വീണ്ടും. എന്തായാലേ, പുല്ല് വളരാൻ വേണ്ടിയിട്ട് നമ്മളൊന്നും ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ല. അതിന്റെ വിഷമം പറഞ്ഞിട്ട് കുറെ പേര് നമുക്ക് കമന്റും ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ പഞ്ചായത്തിൽ നിന്ന് എന്തോ പുല്ല് വളരാതിരിക്കാനുള്ള എന്തോ പൊടി വാങ്ങിക്കാൻ കിട്ടൂത്രേ. അത് വെതറി കഴിഞ്ഞാല് കുറെ കാലത്തിന് വളരൂല എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്. കറക്റ്റ് ആണ്, കേട്ടിട്ടുണ്ടെന്നല്ല. എൻ്റെ തറവാട്ടില് എലാമ അങ്ങനെ യൂസ് ചെയ്യാറുണ്ട് എന്നുള്ളത് എൻ്റെ ഉമ്മ പറഞ്ഞൊരു അറിവുണ്ട്. ഇനി ശരിയാണോന്നൊന്നും അറിയില്ല, അവരങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന്. ജസ്റ്റ് അവർ നടക്കുന്ന മുറ്റത്തൊക്കെ കേട്ടോ, പറമ്പിൽ മൊത്തം ഇടരുത്, പിന്നെ ഒന്നും വരൂല. അപ്പൊ എന്തായാലും ഞാൻ ഇവിടെ പാത്രമൊക്കെ കഴുകിയെടുക്കുകയാണ്. ഹായ് ഇത്ത, ഞാൻ ഡെയിലി നിങ്ങളുടെ വീഡിയോ കാണാറുണ്ട്, കമന്റ് ആക്കൂല, അതെന്താ മോളൂസേ കമന്റ് ആക്കാത്ത? എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ. പിന്നെ പരിപ്പ് മുരിങ്ങ കറിയിൽ തേങ്ങ അരച്ച് ചേർത്ത് വെക്കണം, സൂപ്പർ ടേസ്റ്റ് ആണ്. അതെ അത് നല്ല ടേസ്റ്റ് ആണ്. ഇന്ന് ഞാൻ അതിന്റെ വേറൊരു മോഡലും കൂടെ കാണിക്കുന്നുണ്ട്. ഇവിടെ അധികം ഇലകളൊന്നും വീണിട്ടില്ല, പക്ഷെ ഞാന് ഈ പറഞ്ഞ പോലെ തന്നെ പുല്ല് പെട്ടെന്ന് വരണ്ട പറഞ്ഞിട്ട് അടിച്ചു വാരി എടുക്കുന്നതാണ് കേട്ടോ ഈ ഭാഗമൊക്കെ. പലരും വിചാരിക്കുന്നുണ്ടാവും ജിനിതാക്ക് എന്താ വട്ടാണോ എന്നൊക്കെ. അങ്ങനെ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിലോ? അതേപോലെ മലബാറില് പരിപ്പും മുരിങ്ങയും
നെയ്സ് പത്തിരിയും ആ ഒരു കോമ്പിനേഷൻ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അവർ കോട്ടക്കലിലാണ് ഇത്ര താമസിക്കുന്നത്. ഉമ്മാനോട് ചോദിച്ചപ്പോൾ ഗരം മസാലയൊക്കെ ഇട്ടിട്ടുള്ള ഒരു പരിപ്പ് മുരിങ്ങി കറി ഉണ്ടാക്കാറുണ്ട് ഇത്രേ. ചിലപ്പോൾ അതായിരിക്കും അവരുണ്ടാക്കുന്നത് അല്ലേ, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട്. എന്തായാലും അതിൻ്റെ റെസിപ്പി അറിയില്ല എനിക്ക്. ഇവിടെ ഉപ്പാക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട്, അതുകൊണ്ട് ഞാനത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുതിരുന്നില്ല. അതേപോലെ ഇന്ന് ഞാനൊരു കോമ്പിനേഷൻ ഉണ്ടാക്കി, അത് എനിക്കിഷ്ടമായി. ഞാൻ പിന്നെ ആ ഒരു കോംബോ ഒക്കെ ചെയ്യണത് നമ്മുടെ വയറ്റിലേക്ക് അത്രയും സാധനങ്ങൾ ഒരുമിച്ച് പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അത് വഴിയെ കാണാം അല്ലേ. പിന്നെ ഉമ്മാക്കും ഉപ്പാക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ചുട്ടെടുക്കുകയാണ് കേട്ടോ, ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണ്. എന്നും കഴിക്കണ വീഡിയോ ഇടരുത് എന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഉമ്മ. അപ്പോൾ പിന്നെ ഞാൻ ആ ഭാഗങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ വീഡിയോ. അപ്പോൾ നമ്മുടെ ദോശ ഇതാ നല്ല റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ കമൻറ്റ് നോക്കാറുണ്ട്. ദോശച്ചട്ടിൻ്റെ വാല് പോയതാണ് കേട്ടോ. ഇതാ കണ്ടില്ലേ, ഇത്രയും റോസ്റ്റ് ആയിട്ട് വന്നു. ശരിക്കും മസാല ദോശക്കൊക്കെ പറ്റുന്ന സംഭവം. അപ്പം ഇതിൻ്റെ മെഷർമെൻറ്റ് നോക്കിയാലോ, ഞാൻ ഏകദേശം 1 കപ്പ് ഉഴുന്നെടുത്തു കഴിഞ്ഞാൽ 4 കപ്പ് പച്ചരി ഇടാറ്. പക്ഷെ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ ലാസ്റ്റ് ഒരു 1/4 കപ്പ് ഉഴുന്നും ഒരു ഇങ്ങനെ കയ്യിൽ നമ്മളിങ്ങനെ എടുക്കൂലേ ഉലുവ, കുറച്ചിങ്ങനെ, അപ്പൊ അതും കൂടെ ചേർത്തി കൊടുക്കും. എനിക്ക് ചില സമയത്ത് ഉഴുന്ന് മതിയായില്ലെങ്കിലോ എന്നുള്ളൊരു ടെൻഷൻ കൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് കൊണ്ടുവരിക. എന്നിട്ടൊരു 2 കയ്യിൽ ചോറ്, 2-3 കയ്യിൽ ചോറ് ഇടാം. ഞാൻ പുഴുങ്ങലരി ഇടാറില്ല, അതിന് പകരം ചോറ് ഇടാറ്. മിക്സിയുടെ ജാറിൽ പെട്ടെന്ന് അരച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ ചോറ് ഇടുന്നത്. പിന്നെ വെള്ളം ഒഴിച്ചിട്ട് ഒരു 4 മണിക്കൂറെങ്കിലും നമുക്കിത് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം. 6 മണിക്കൂറാണ് കറക്റ്റ് ടൈം. പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോഴത്തേക്കും നമ്മുടെ മാവ് ഇതാ ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ടാവും. ഉപ്പിട്ടിട്ട് അപ്പം മിക്സ് ചെയ്താൽ മതി. രാത്രി തന്നെ ഉപ്പിടണ്ട കേട്ടോ, കാരണം ഉപ്പിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ക്ലൈമറ്റിനനുസരിച്ച് അത് ചെയ്താൽ മതി. നല്ല ചൂടാണെങ്കിൽ ഉപ്പിടരുത്, നല്ല തണുപ്പാണെങ്കിൽ ഉപ്പിട്ടോ. ഒരു മീഡിയം ഒക്കെ ആണെങ്കിൽ ഉപ്പിടേണ്ട ആവശ്യമില്ല. ഞാനെന്തായാലും ഉപ്പൊന്നും ഇട്ടിട്ടില്ല, പക്ഷെ കറക്റ്റായിട്ട് പുളിച്ച് പൊങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉമ്മാക്കും ഉപ്പാക്കും കഴിക്കാൻ കൊടുക്കുന്ന സമയത്ത് ഞാൻ വേഗം പോയി സിറ്റ് ഔട്ടൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തു. കാരണം ചായ എല്ലാം കുടിച്ചു കഴിഞ്ഞ് വന്നിട്ട് ഇപ്പൊ പിന്നെ ഒരു 1.5 മണിക്കൂറൊക്കെ സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് ന്യൂസും കാര്യങ്ങളൊക്കെ ഫോണിൽ. പിന്നെ സിറ്റ് ഔട്ടിലൊന്നും ആരും ഇല്ലാത്ത സമയത്താണ് ഈ പരിപാടികളൊക്കെ വേഗം ചെയ്തെടുക്കുക. ആരെങ്കിലും ഇരിക്കുമ്പോൾ അതിന്റെ ഇടയിൽ കൂടെ നമുക്ക് അടിച്ചു വാരാനും തുടയ്ക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അതുകൊണ്ടാണ് വേഗം വേഗം അങ്ങനെ ചെയ്തെടുക്കുന്നത് കേട്ടോ. പിന്നെ ഇതാ സ്റ്റെപ്പൊക്കെ ഒന്ന് വേഗം അടിച്ചു വാരിയെടുത്തു. അതേപോലെ ചവിട്ടി ഒന്ന് ഞാൻ കുടഞ്ഞ് വിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന്. പിന്നെ ഞാൻ നേരെ പോയത് മുറ്റം അടിച്ചു വാരാൻ വേണ്ടിയിട്ടാണ്. മുറ്റമൊക്കെ ഒന്ന് ഇനി വേഗം വേഗം അടിച്ചു വാരി എടുക്കണം. ഈ ഒരു ഭാഗത്താണ് കൂടുതൽ ഇലകൾ ഉള്ളത് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ അടിച്ചു വാരുന്നത്. ബാക്കിയുള്ളവിടെയൊക്കെ മണ്ണായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴാണ് മുറ്റം എല്ലാവിടെയും ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് അടിച്ചു വാരി എടുക്കാറ്. അപ്പോൾ പിന്നെ ഇതാ ഈ ഭാഗത്തു നിന്നൊക്കെ വേഗം ഇലകളൊക്കെ ഒന്ന് വേഗം വേഗം അടിച്ചു വാരി എടുത്തിട്ടുണ്ട്. അപ്പോൾ നെയ്സ് പത്തിരി ഗരം മസാല അല്ല, മുരിങ്ങ എൻ്റെ കറി നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്യുക. ഇവിടെ എന്തായാലും ട്രൈ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഉമ്മാക്കും ഉപ്പാക്കും കുട്ടികൾക്കൊന്നും ഇതൊന്നും വലിയ താല്പര്യമില്ല. എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനത്തെയൊക്കെ പുതിയ പുതിയ ഫുഡുകളൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ. അപ്പോൾ ഒരു ദിവസം ഞാൻ അങ്ങനെയൊന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കണം, നമ്മുടെ ഇഷ്ടങ്ങളും നോക്കണമല്ലോ. പിന്നെ നമുക്ക് വലിയൊരു കമന്റ് വന്നിട്ടുണ്ടല്ലോ. ആ വലിയ കമന്റ് എന്നാ അറിയോ, കേക്കിന്റെ റെസിപ്പി പറഞ്ഞു തന്നതാട്ടോ. നല്ല പഴുത്ത പഴത്തിൽ ഇങ്ങനെ എഗ്ഗും മൈദയൊക്കെ ഇട്ടിട്ട് വാനില എസൻസും ഷുഗറും എല്ലാം കൂടെ ഇട്ടിട്ട് മിക്സിയുടെ ജാറിൽ അടിച്ചിട്ട് നോൺ സ്റ്റിക്ക് പാനിൽ കേക്കാക്കിയിട്ട് എടുക്കാം. കേക്കാക്കി എടുക്കണതിന് പ്രശ്നമൊന്നുമില്ല. ഈ ഡയറ്റ് ഇരിക്കണ സമയത്ത് തന്നെ ഞാൻ കേക്കാക്കി എടുക്കണോ എന്നുള്ളതാണ് പ്രശ്നം. നമുക്ക് അല്ലാത്ത സാധനം ഞാൻ കഴിക്കാത്ത കുറേ സാധനങ്ങൾ ഞാൻ ഇപ്പോഴും ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ എൻ്റെ ഒരു കൺട്രോളാണ്. പക്ഷേ ഈ കേക്ക്, പായസം ഇങ്ങനത്തെയൊക്കെ വരുമ്പോൾ എനിക്കൊരു ടെൻഷനുണ്ട്. പക്ഷെ വീട്ടുകാർക്ക് ഉണ്ടാക്കി കൊടുക്കാതിരിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ പായസമോ സ്വീറ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം, പാവല്ലേ എന്നെ വിചാരിച്ചിട്ട്. അവരുടെ സ്വീറ്റ് കഴിക്കൽ ഞാൻ നിർത്തേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഞാനിങ്ങനെ ഡയറ്റ് എടുക്കും. ചില സമയത്ത് ഞാൻ നന്നായി കഴിച്ച് വീണ്ടും തടിക്കും, പിന്നെയും ഡയറ്റ് എടുക്കും. അതും പറഞ്ഞിട്ട് അവരെയും ഡയറ്റ് എടുപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ എനിക്ക്. അങ്ങനെ ദോശമാവൊക്കെ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ചട്നിയും പാലും ഒക്കെ ഒന്ന് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ബാക്കി ഒന്ന് ചമ്മന്തി ഞാൻ കൊണ്ടുവയ്ക്കാറുണ്ട് കേട്ടോ. വഴറ്റി ഉണ്ടാക്കുന്ന ചമ്മന്തി അല്ലേ, അപ്പൊ അത് കേടൊന്നും വരില്ല. തേങ്ങാ ചട്നി ഒന്നും കൊണ്ടുവെക്കൂല. ഇങ്ങനത്തെയൊക്കെ ചമ്മന്തി ഞാൻ ഫ്രിഡ്ജിൽ വെക്കാറുണ്ട് കേട്ടോ. പിന്നെ ചായ ഉണ്ടാക്കി.
ചായ കുടിച്ചോണ്ട് ഉമ്മാക്കും വിളിച്ചോണ്ട് ഞാൻ സംസാരിച്ച് ചായ കുടിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ചർച്ചാ വിഷയം മക്കൾക്ക് ലീവല്ലേ സിസ്റ്ററിൻ്റെ, അപ്പോൾ ഇങ്ങോട്ട് വിട് ഇക്ക ആദ്യം വരുമ്പോൾ വിട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചർച്ചാ വിഷയങ്ങളായിരുന്നു. ഇനി അവൾക്ക് മദ്രസയിൽ പരീക്ഷ ഉണ്ട്, എന്താണ് തീരുമാനിച്ചിട്ടില്ല കേട്ടോ. കുട്ടികൾക്കൊരു ചേഞ്ച് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്തായാലും ജിനി, മലബാറിൽ മുരിങ്ങ ഇലയും പരിപ്പുമല്ല, മുരിങ്ങ ഇല, തേങ്ങ അരച്ച കറി, നെയ്സ് പത്തിരിയും. ഓ, തേങ്ങ അരച്ച കറിയാ, പരിപ്പ് ഇടൂല്ലേ അതില്, കാലിക്കറ്റ് അല്ലേ? ഓക്കെ, ഗരം മസാലയൊക്കെ ഇട്ടിട്ടുള്ള കറിയാണോ? എനിക്ക് അതിനെ കുറിച്ച് കൂടുതൽ അറിയില്ല, അതാണ് ഞാനിങ്ങനെ അന്തം വിട്ട് നോക്കുന്നത് കേട്ടോ. എനിക്ക് നെയ്സ് പത്തിരി എന്ന് പറഞ്ഞാൽ കോഴിക്കറി, കോഴി വറുത്തരച്ച കറി, ബീഫ് കറി, ഏറി വന്ന മുട്ടക്കറി, അതിൻ്റെ അപ്പുറം എനിക്ക് ആലോചിക്കാൻ പറ്റുന്നില്ല കേട്ടോ. വെജിറ്റബിൾ കുറുമയൊക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ട്, പക്ഷെ അങ്ങനെയല്ല. പിന്നെ ഞാൻ നിങ്ങളുടെ നെയ്ബറാണ്, ഫ്രം കഞ്ചിക്കോട്. ഓക്കെ, ഇപ്പൊ ഷാർജയിലാണ്. ഡെയിലി വീഡിയോ വാച്ച് ചെയ്യാറുണ്ട് ലഞ്ച് ടൈമിന് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അതേപോലെ നമുക്ക് കുറേ ഹാർട്ടും പിന്നെ സൂപ്പർ നൈസ്, അടിപൊളി, എത്താനും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉണങ്ങിയ തുണികളിനൊക്കെ ഞാൻ വേഗം എടുത്തിട്ട് ഉള്ളിൽ കൊണ്ടുവന്നിട്ടു. പിന്നെ ഈ ജനലിൻ്റെ അവിടേക്കൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിയൊക്കെ ഒന്ന് തട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അവിടെ തന്നെ ഒരു തുണി വെക്കാറുണ്ട് ഉമ്മ, ജസ്റ്റ് ഇങ്ങനെ പൊടി ആയിക്കഴിഞ്ഞാൽ ജസ്റ്റ് തുടക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. മാറാലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാൽ തുടയ്ക്കാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ ഒരു തുണി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാവിടെയും ഒന്ന് ആക്കി. ഇനി ഉമ്മാൻ്റെ ഉപ്പാൻ്റെ റൂമൊക്കെ ഒന്ന് അടിച്ചു വാരി എടുക്കണം. പിന്നെ ജിനിത്തയുടെ വീഡിയോ എനിക്ക് എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. നെയിം ദിയ ദൃശ്യ എന്നാണ് അത്രേ നെയിം. ഓക്കെ, ദൃശ്യ തന്നെയാണോ? എൻ്റെ ഫോണിൽ ലൈന് വീണ കാരണം എനിക്ക് വായിക്കാൻ കിട്ടുന്നില്ല കേട്ടോ. എന്തായാലും മക്കളോടൊക്കെ എൻ്റെ അന്വേഷണം പറ. എൻ്റെ ഒരു ചക്ക റൂമ കൊടുത്തേക്ക് കേട്ടോ മക്കൾക്ക്. ചെറിയ കുട്ടികളൊക്കെ എന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര അതിശയമാണ്. പക്ഷെ ഒരിക്കലും എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യണ്ടെന്ന് പറഞ്ഞേക്ക് കേട്ടോ. ഞാൻ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളും ഓരോ പാഷനൊക്കെ ഉണ്ടാവില്ലേ, അതിൽ പോകണം. ഞാനൊരു ഇൻഫ്ലുവൻസർ ആണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഞാനൊരു വീഡിയോ ക്രിയേറ്റർ ആണെന്ന് ഞാൻ പറയുള്ളൂ കേട്ടോ. കാരണം എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ എന്താണുള്ളത് എന്ന് പലരും ചോദിക്കാറുണ്ട്. കുറേ വീട്ടുപണികൾ, കുറേ എന്താ പറയുക, വീട്ടിൽ ആരെയും കൊണ്ട് ഒരു പണിയും ചെയ്യാണ്ട് കുലസ്ത്രീ ചമയുന്ന പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ ആൾക്കാരുണ്ട് കേട്ടോ. കുലസ്ത്രീ വീഡിയോ ആണ് ജിനി ഇറക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. അതേപോലെ നമ്മുടെ കല്യാണിക്കുട്ടിയുടെ അവളുടെ വീഡിയോ ഇങ്ങനെ ജസ്റ്റ് ട്രോളൊക്കെ ആക്കിയ സമയത്ത് എൻ്റെ ഒരു കമൻ്റിൽ വന്നിട്ടുണ്ടായിരുന്നു, ഇതേപോലെ ഒരു ചാനലുണ്ട് ജിനീസ് കിച്ചൺ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ ഒരിക്കലും ആരോട് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഞാൻ പറയുന്നേ ഇല്ല. ഞാനൊരു ഇൻഫ്ലുവൻസർ ആണെന്നും ഞാൻ പറയുന്നില്ല. ഞാനൊരു വീഡിയോ ക്രിയേറ്റർ ആണ് എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഒന്നുകൂടെ വേണമെങ്കിൽ യൂട്യൂബർ ആണെന്ന് പറയാം, അത്ര തന്നെ. നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ കുറേ ഇൻഫ്ലുവൻസേഴ്സ് ചെയ്യുന്നുണ്ട്. അവരൊക്കെ അങ്ങനെ ആയിട്ട് പോട്ടെ. അപ്പം ഞാൻ വേഗം ഒന്ന് അടിച്ചു വാരി എടുക്കുകയാണ് കേട്ടോ. എനിക്ക് പറ്റുന്ന രീതിയിൽ വീഡിയോസ് ചെയ്യാനാണ് എനിക്ക് ഇൻട്രസ്റ്റ്. വേറെ ആൾക്കാർക്ക് ഇങ്ങനെ നീ അത് ചെയ്യേ ഇത് ചെയ്യേ എന്ന് പറഞ്ഞ് എൻ്റെ ഫ്രണ്ട്സ് വരാറുണ്ട്, നീ ജസ്റ്റ് ഒന്ന് നിന്റെ ഇതൊന്ന് മാറ്റി പിടിക്കുന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ട്രാവൽ ചെയ്യാത്ത ഞാൻ ട്രാവൽ വ്ളോഗ് 2-3 ദിവസം ഇട്ടിട്ട് ഒരു കാര്യമില്ലല്ലോ. നമുക്ക് ലൈഫ് ലോങ് എന്തെല്ലാം ചെയ്യാൻ പറ്റും, എങ്ങനെയെല്ലാം കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് നമുക്കല്ലേ അറിയുള്ളൂ. അതുകൊണ്ട് നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ ചെയ്യാം, അതത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ വേഗം എല്ലാവരുടെയും ഒന്ന് അടിച്ചു വാരി എടുക്കുന്നുണ്ട്. പിന്നെ വ്ളോഗ് ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. ഹലോ, അടിപൊളി ഫുഡ്, എന്താണ് വർത്താനം ചോദിക്കുന്നുണ്ട്. നല്ല വർത്താനാണ്. ഇന്നലെ മടി കാരണം വീഡിയോ ഇടാൻ കുറച്ച് പറ്റിയില്ല. അയാൻ ഏത് ക്ലാസ്സിലാണ് ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മളോട്. അയാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഓർക്കാറുണ്ട് ജിനിക്ക് അലക്കി വിരിച്ച് ഇടാൻ നല്ല സൗകര്യം ഉണ്ടല്ലോ എന്ന്. കല്യാണത്തിന് മുമ്പാണ് ഗൾഫിൽ പോയത് അല്ലേ? ജിനി കെട്ടിയതിന് ശേഷമാണോ ചോദിക്കുന്നുണ്ട്. കല്യാണത്തിന് ശേഷമാണ് കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ ഗൾഫിലൊന്ന് പോയി സെറ്റ് ആവാൻ പറ്റുമോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടൊന്ന് പോയതാണ്. 1.5 വർഷം ഉണ്ടായിരുന്നു, ജോബൊക്കെ കിട്ടി. പക്ഷെ ഇക്കാക്ക് നാട്ടിൽ തന്നെ ആണ് ഒന്നുകൂടെ നല്ലത് എന്ന് തോന്നാൻ തുടങ്ങി. അങ്ങനെ നാട്ടിലോട്ട് വന്നു കേട്ടോ. പിന്നെ പോയില്ല. നമുക്ക് കുറെ കമന്റ്സ് ഇപ്പോഴും മനസ്സിലാവുന്നില്ല കേട്ടോ.
2 തവണ അടിക്കുന്നത് എന്താണ് എന്നാ ചോദിക്കുന്നത്? മുറ്റടിക്കുന്നതാണോ? നമുക്ക് ഒരുപാട് കോമ്പൗണ്ട് ഉണ്ട് കേട്ടോ, അതാണ്. പിന്നെ പത്തിരിയുടെ കൂടെ മുരിങ്ങ കറിയോ? ഞാൻ മലപ്പുറമാണ്. ഉണ്ട് ഇത്ര മലപ്പുറത്തെ ഒരു റീലാണ് ഞാൻ കണ്ടത്. നിങ്ങൾക്ക് അറിയില്ലേ അതൊന്നും? ആരെങ്കിലും പഴയ ആൾക്കാരുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ അറിയാൻ പറ്റൂട്ടോ. അങ്ങനെ മുരിങ്ങയില നമ്മൾ നന്നാക്കുകയാണ്. നല്ല മുരിങ്ങയില വന്നിട്ടുണ്ട്, അതാണ് ഇടയ്ക്കിടയ്ക്ക് കേട്ടോ. പിന്നെ എന്നോട് പാൽപ്പാട എങ്ങനെയാണ് കിട്ടുന്നത് ചോദിച്ചിട്ടുണ്ട്. പാല് നന്നായി തിളപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ഇത്രയും ഉണ്ടാവും കേട്ടോ. ഇതിപ്പോൾ ഏകദേശം 1.5 ലിറ്റർ പാലിൽ നിന്നാണ് നമുക്ക് ആ പാട മൊത്തം കിട്ടിയത്. തൈര് ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ്. പാൽപ്പാട മാറ്റിയ പാലിലേക്ക് തലേ ദിവസത്തെ തൈര് ഒഴിച്ചാണ്ട് വെക്കും. രാവിലെ എണിക്കുമ്പോൾ നല്ല കട്ട തൈരായി വരും. ഇതിലും കുറച്ച് പാൽപ്പാട ഉണ്ടാവും കേട്ടോ. ഇതൊക്കെ ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ച പാൽപ്പാടയാണ്. ഫ്രീസറിൽ വെച്ചുകൊണ്ട് കട്ടയായിട്ട് ഇരിക്കുന്നുണ്ട്. ഫ്രിഡ്ജിലും വെക്കാം കേട്ടോ. അപ്പൊ 2 പാത്രം ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ 2 പാത്രം ഇനി പുറത്ത് വെച്ച് അതൊന്ന് മെൽട്ടായ ശേഷമാണ് നമുക്ക് അതിന്ന് ബട്ടറും നെയ്യൊക്കെ ആക്കാൻ പറ്റുള്ളൂ. പിറ്റേ ദിവസം മോർണിംഗ് ആണ് നമ്മുടെ തൈര് സെറ്റ് ആയിട്ടുണ്ട്. ഇതിന്റെ മുകളിലും കുറച്ച് പാടുണ്ട്, അത് ജസ്റ്റ് മാറ്റുക, അല്ലെങ്കിൽ നമുക്ക് കഴിക്കാം കേട്ടോ. നമുക്ക് ശരീരത്തിന് നല്ലതാണ് ഈ സംഭവങ്ങളൊക്കെ. നമ്മൾ പണ്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പാലിന്റെ പാട കഴിക്കാൻ പാടില്ല, ബട്ടർ കഴിക്കാൻ പാടില്ല, ഗീ കഴിക്കാൻ പാടില്ല, തടിക്കും എന്നുള്ളതൊക്കെ. പക്ഷെ നേരെ തിരിച്ചാണ്. എന്തായാലും ഞാൻ തൈരൊക്കെ ഉണ്ടാക്കിയതല്ലേ, അത് വെച്ചിട്ട് ഒരു ചപ്പാത്തിക്ക് പറ്റിയ റെസിപ്പിയും കൂടി കാണിക്കാം. നമ്മുടെ ഉള്ളിയും ക്യാപ്സിക്കും റെഡ് ചില്ലിയും സോൾട്ടും ഓയിലൊക്കെ ഒഴിച്ച് തിരുമ്മി അവിടെ നിന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര ഈസി അത് ഉണ്ടാക്കാൻ, സിമ്പിൾ ആൻഡ് പവർഫുൾ എന്നൊക്കെ പറയില്ലേ. പിന്നെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക. നമ്മളിവിടെ തിരുമ്മി വെച്ച ഈ ഐറ്റംസ് ഒക്കെ ഇട്ട് കൊടുക്കുക. അതിലേക്ക് ക്യാരറ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ തോന്നുന്നു കേട്ടോ. പിന്നെ നമ്മൾ ചോപ്പ് ചെയ്ത നമ്മുടെ വെളുത്തുള്ളിയും ചേർത്തി കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് ഒരു 1/2 സ്പൂണ് കടലമാവ് ചേർത്ത് കൊടുക്കുക. വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കുക. അത്യാവശ്യം ഓയിൽ ഉണ്ട് കേട്ടോ, അതിൽ ഇത്രയും ഓയിൽ വേണ്ട എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ തൈര് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക കേട്ടോ. തൈരിലത്തെ വെള്ളം പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ അരിപ്പയിലോട്ട് മാറ്റി വെച്ചിരുന്നത്. നമ്മൾ കുറച്ച് ദിവസം, അതായത് നമ്മൾ തൈര് എടുക്കുമ്പോൾ 2ാമത്തെ ദിവസമൊക്കെ അതിൽ വെള്ളം വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. വീട്ടിലുണ്ടാക്കണ തൈരല്ലേ, അതുകൊണ്ട്. അപ്പൊ ഒന്ന് കുറുക്കിയെടുത്ത ശേഷം ഞാൻ ഇതിലോട്ട് ഇച്ചിരി കസൂരി മേത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിയില കൊത്തിയരിഞ്ഞതൊക്കെ ചേർത്തി കൊടുക്കാം നമുക്കിതിലോട്ട് ഇനിയും വേണമെങ്കിൽ. അപ്പൊ എന്തായാലും ചപ്പാത്തിയിൽക്കും ചോറിൽക്കും ഒക്കെ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കുറച്ച് ഓയിലി ആയതുകൊണ്ട് നമുക്ക് ഇത്രയും ഓയിൽ ഒഴിക്കണ്ട. എനിക്ക് കഴിക്കാൻ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു, എന്നാലും ഞാൻ കുറച്ച് കഴിച്ചു, കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ കേട്ടോ. പിന്നെ ഞാനും ഉമ്മയൊക്കെ ഇരുന്ന് ചീര ഒക്കെ നന്നാക്കുകയാണ്. അപ്പോൾ ഉമ്മ പറഞ്ഞു എന്നോട്, ഈ ചീര നന്നാക്കാൻ നീ ഇരുന്ന് കഴിഞ്ഞാൽ നിന്റെ പണികളൊന്നും നടക്കൂല, ഞാൻ നന്നായി തരാം, നീ പൊക്കോന്ന് പറഞ്ഞു കേട്ടോ. കാരണം എനിക്ക് ചേന ഉണ്ടായിരുന്നു, ചേനയ്ക്ക് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. വീട്ടിൽ തന്നെ ഉണ്ടായ ചേനയാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്. സമയം പെട്ടെന്ന് 2ആളും കൂടി ഇരുന്നാൽ പെട്ടെന്ന് പറ്റുമല്ലോ. അപ്പൊ പിന്നെ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് എണിച്ചു വന്നു. നമ്മുടെ ചേന വലിയ ചേനയാണ് കേട്ടോ. ഇനി ഇതിനൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു ഫ്രൈ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഇന്നത്തെ വ്ലോഗിൽ അത്യാവശ്യം റെസിപ്പിയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഒറ്റത്തവണ ആട്ടിയാൽ മതിയെന്നോ? എന്ത് മുത്തേ, ഞാനും വെയിറ്റ് ചെയ്യാട്ടോ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. എനിക്ക് നിങ്ങളുടെ കുറച്ച് ഡ്രസ്സ് തരാമോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഫസ്റ്റത്തെ കാര്യം, ഞാൻ ഇട്ട് മുഷിഞ്ഞ ഡ്രസ്സുകളാണ്. പിന്നെ നല്ല ഡ്രസ്സുകളൊക്കെ ഞാൻ ഇപ്രാവശ്യം ചേച്ചിമാർ ക്ലീനിങ്ങിന് വന്നപ്പോൾ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ പഴയ കുറച്ച് ഡ്രസ്സ് ഉണ്ടായിരുന്നു, ഞാൻ അധികം യൂസ് ചെയ്യാത്ത ഡ്രസ്സ് ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ കൊടുത്തു. ഇനിയിപ്പോൾ എനിക്ക് വല്ല കൊളാബിലും കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ ഞാൻ അതിൽ വീഡിയോയിൽ പറയാം, നിങ്ങളുടെ അഡ്രസ്സൊക്കെ അയച്ചെന്നാൽ നമ്മൾ സെറ്റാക്കി തരാം കേട്ടോ. ഇപ്പം എന്തായാലും തൽക്കാലം എൻ്റെ കയ്യിലില്ല. അപ്പോൾ ചേനയൊക്കെ അവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ കടുക് ഇട്ട് കൊടുത്ത് ഒന്ന് പൊട്ടിയ ശേഷം കറിവേപ്പിലയും വറ്റൽമുളകും ചെറിയുള്ളിയും അതുപോലെ തേങ്ങാക്കൊത്തും പച്ചമുളകും ചേർത്ത്. തേങ്ങാക്കൊത്തും മസ്റ്റാണ് കേട്ടോ ഈ ഒരു ചേന ഫ്രൈക്ക്. ഇനി ചേന കട്ട് ചെയ്തത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഏകദേശം 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും പിന്നെ ഞാൻ ഗരം മസാല കുറച്ച് ചേർത്തി കൊടുക്കുന്നുണ്ട്. ഉപ്പും ചേർത്തിയിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. പിന്നെ ഉണ്ടല്ലോ, ഇതിൽ എണ്ണ ഇനിയും നന്നായിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലപോലെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം.
ഞാൻ പിന്നെ അത്രയ്ക്ക് അങ്ങ് ഫ്രൈ ആക്കിയിട്ടില്ല. ഇത് നല്ല സോഫ്റ്റായിട്ട് വന്നപ്പം എനിക്കെന്തോ അതിലിറക്കാൻ തോന്നിയിട്ടോ. ഇനി ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാനും പറ്റൂട്ടോ ഈ ചേന. അത്രയും നല്ല ചേനയാണ്. ഇവിടെ ഉണ്ടാവുന്ന ചേന നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. പിന്നെ ഞാൻ അരിയൊക്കെ എടുത്ത് നമുക്ക് ചോറ് വെക്കാൻ വേണ്ടിയിട്ട് കുക്കറിലാക്കിയിട്ട് എടുക്കുകയാണ്. അവിടെ നമ്മുടെ ചേന ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ചീര ഉണ്ട്. അപ്പോൾ ചീര തോരൻ ഉണ്ടാക്കാൻ വിചാരിച്ചു. ഇന്നലെ രസം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇന്ന് എക്സ്ട്രാ കറികളൊന്നും വേറെ ഉണ്ടാക്കുന്നില്ല കേട്ടോ. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചേനയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തെടുക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ അരിയൊക്കെ സെറ്റാക്കി എടുത്ത് കുക്കറിൽ അതും കൂടെ ഒന്ന് വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. കുക്കറിൽ ആണ് ഞാൻ ഇപ്പോഴും ചോറ് വെക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഒരുപാട് FBയിലുള്ള കമൻസ് വായിക്കാനുണ്ട്. നമുക്കൊന്ന് നോക്കിയാലോ FBത്തെ കമൻസും കാര്യങ്ങളൊക്കെ. എന്താ പറയുക, കുറെ കമൻസ് വന്നിട്ടുണ്ട്. എന്നും ചായ ഇടൽ കാണിക്കുന്നത് കൊണ്ട് എന്ന് പറയുന്നുണ്ട്. അതെന്താണ് മാഷെ അങ്ങനെ ഉദ്ദേശിച്ചത്? പിന്നെ സൂപ്പർ വീഡിയോ. ഞാനും താജ്മഹൽ ചായപ്പൊടി വാങ്ങിച്ചു. ചായ സൂപ്പറാണ്. ആ ഒരു കറക്റ്റ് മെഷർമെന്റും തിളപ്പിക്കുന്ന ആ ഒരു ഇതൊക്കെ നമുക്ക് കറക്റ്റ് കിട്ടിയ അടിപൊളി ചായ. ഇച്ചിരി അതിന്റെ സ്ട്രോങ് കമ്മിയായി കഴിഞ്ഞാൽ നമുക്ക് പറ്റൂല കേട്ടോ. അങ്ങനെ നമ്മുടെ ചേന ഫ്രൈ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ചീരത്തോരൻ ഉണ്ടാക്കാം കേട്ടോ. ഞാനിവിടെ ചീരത്തോരന് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും റെഡിയാക്കിയിട്ടുണ്ട്. അതൊന്ന് കഴുകി ഒരു അരിപ്പയിലോട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അതിന്റെ വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ സൂപ്പർ വീഡിയോ ഇത്തവണ്ണം കുറയുന്നുണ്ട്, നന്നായിട്ട് ചേഞ്ച് ഉണ്ട്, കണ്ടിന്യൂ ഇത്താന്ന് പറയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു മുത്തേ. നെഗറ്റീവ് ഇടുമ്പോൾ പ്രത്യേകിച്ച് നല്ല ചേഞ്ച് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക്. അപ്പോൾ ഞാൻ ചേന ഫ്രൈ ആക്കിയത് അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഉപ്പാന്റെ വെള്ളം കഴിഞ്ഞപ്പം ചുടുവെള്ളം ഉണ്ടാക്കിയിട്ട് അതിലൊന്ന് ഒഴിച്ചു വെക്കുന്നുണ്ട് കേട്ടോ. ഇനി സെയിം പാത്രത്തിൽ തന്നെ ഞാനിവിടെ ചീരയും കൂടി ഉണ്ടാക്കിയിട്ട് എടുക്കുകയാണ്. ചീര ഉണ്ടാക്കുമ്പോൾ ഞാൻ കടുകും ചെറിയ ജീരകം എപ്പോഴും പൊട്ടിച്ചെടുക്കാറുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ ഇവിടെ വലിയുള്ളിയും പച്ചമുളകും ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളി കുറച്ചധികം വേണം, അതുകൊണ്ടാണ് ഞാൻ ചെറിയ ഉള്ളി മാത്രം ഇട്ട് കൊടുക്കാത്തത്. പിന്നെ നമ്മുടെ തേങ്ങ ചതച്ചതും അതുപോലെ വെളുത്തുള്ളിയും ചേർത്തി കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയിട്ട് ചീര ചേർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് ഉപ്പും ചേർത്തിട്ട് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കണം. ചീര ഇങ്ങനെ ആയിട്ട് ഇളക്കുമ്പോഴാണ് വലിയ ടാസ്ക് അല്ലേ. അപ്പൊ അതൊക്കെ ഒന്ന് ഇളക്കിയെടുത്ത് ഇനി എന്താണ്, ഇതിലോട്ട് ഞാൻ 2 എഗ്ഗും കൂടെ ചേർത്തി കൊടുക്കുന്നുണ്ട്. എഗ്ഗ് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് ചീരൊന്ന് മാറ്റിയിട്ട് അങ്ങോട്ട് ഒഴിച്ചിട്ട് അടച്ചു വെക്കുക. ഇച്ചിരി കഴിഞ്ഞിട്ട് നമുക്കിത് മിക്സ് ചെയ്യുക. അപ്പോഴാണ് ആ എഗ്ഗിന്റെ പീസായിട്ട് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഇതാ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. നമുക്ക് വെയിറ്റ് ലോസിന് പറ്റിയ സാധനമാണ് കേട്ടോ ഇത്. ചീരയും എഗ് വൈറ്റ് ആണ് വേണ്ടത്. ഇനി കാപ്സ് എടുക്കുന്നില്ലെങ്കിൽ 2 യെല്ലോയൊക്കെ നിങ്ങൾക്ക് എടുക്കാം. ഇത് പക്ഷെ ഭയങ്കര സാധനമാണ്. ഇത് കഴിക്കുമ്പോൾ ഇത് മാത്രം കഴിക്കണം കേട്ടോ. ഇതിന്റെ കൂടെ കുറെ ചോറും കഞ്ഞിയും ചപ്പാത്തിയും വാരി വലിച്ച് കഴിക്കരുത്. ജിനിത്ത പറഞ്ഞിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട്, എന്നിട്ട് വേണം എന്റെ മേക്കിട്ട് കയറാൻ. അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞത് അങ്ങനെയാണ് കേട്ടോ. പിന്നെ ജിനി പത്തിരി ഉണ്ടാക്കുമ്പോൾ കൂളായിട്ട് ഉണ്ടാക്കി. പ്രസ് പത്തിരി ഉണ്ടാക്കിക്കോ, എളുപ്പമാണ്. പക്ഷെ പ്രസ് പത്തിരി ഇവിടെ അത്ര ഇഷ്ടമല്ല, അതുകൊണ്ടാണ് നമ്മൾ അത് ഉണ്ടാക്കാത്തത് കേട്ടോ. ഇത്തന്റെ മുറ്റം ക്ലീനിങ് കാണാൻ അടിപൊളിയാണെന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. പിന്നെ എൻ്റെ സ്കിൻ കെയർ റുട്ടീൻ എന്തെങ്കിലുമൊക്കെ നോക്കണ്ടേ. 34 വയസ്സായി, ഇനിയൊന്നും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ. ഞാൻ ഭയങ്കരമായിട്ടൊന്നും സ്കിൻ കെയർ ചെയ്യുന്ന ആളല്ല, പക്ഷെ വല്ലപ്പോഴൊക്കെ ഈ ഒരു ഫേസ് പാക്ക് ഇടാറുണ്ട്. ഇതിന്റെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് വെക്കാം കേട്ടോ. എല്ലാവരും വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്ക്. നല്ല അടിപൊളി സംഭവമാണ്. അതേപോലെ മഞ്ഞ കളറൊന്നും മുഖത്തുണ്ടാവില്ല. ഓഫീസിൽ പോണവർക്കും സ്കൂളിൽ പോണവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. കസ്തൂരി മഞ്ഞളാണ്. വൈൽഡ് ടർമറിക് ഫേസ് പാക്ക് വേദിക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് ഇങ്ങനെ മാത്രമാണ് കേട്ടോ. 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് തൈരും യൂസ് ചെയ്തിട്ടാണ് ഞാൻ മുഖത്ത് അപ്ലൈ ചെയ്യാറ്. ഇതിലേക്ക് തന്നെ കോഫി പൗഡറും യൂസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അല്ല, നിങ്ങൾ വേറെ ഏതെങ്കിലും പാക്ക് യൂസ് ചെയ്യണ്ടെങ്കിൽ അതിന്റെ കൂടെ ഈ ഒരു കസ്തൂരി മഞ്ഞളിന്റെ പൊടി മിക്സ് ചെയ്തിട്ടും അപ്ലൈ ചെയ്യാം കേട്ടോ മുഖത്ത്. നല്ല റിസൾട്ടാണ് കേട്ടോ സംഭവം. അപ്പൊ എന്തായാലും ഞാൻ ഇതൊക്കെ ഒന്ന് തേച്ച് കുളിച്ച് സുന്ദരിയായിട്ട് വരട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ഒരു റെസിപ്പിയും കൂടി നോക്കാം. 1-2 റെസിപ്പിയൊക്കെ ഇനി ഉണ്ട് കേട്ടോ. ആൾക്കാർക്ക് സ്കിപ്പ് ചെയ്യാൻ തോന്നുന്നുണ്ടോന്നാവോ ഫുള്ള് റെസിപ്പി കാണിച്ചിട്ട്. ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. നമ്മുടെ മുരിങ്ങ പരിപ്പ്, അതേപോലെ ചേനത്തണ്ട് എടുക്കേണ്ട സമയങ്ങളൊക്കെ ഉണ്ടോ?
അതൊന്ന് കമൻറ്റ് ചെയ്യണേ. ഏതൊക്കെ സമയത്ത് എടുക്കാൻ പറ്റും, ഏതൊക്കെ സമയത്ത് എടുക്കാൻ പറ്റില്ല എന്നുള്ളത് എനിക്ക് അതിനെക്കുറിച്ച് കറക്റ്റ് അറിയില്ല. ജസ്റ്റ് ഇപ്പം നിങ്ങളോട് ചോദിക്കണം തോന്നി, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കണത് കേട്ടോ. അങ്ങനെ എന്താണ് നമ്മൾ പറഞ്ഞിട്ട് വന്നിരുന്നത്? പത്തിരി ഉണ്ടാക്കി, പ്രസ് പത്തിരി ഇവിടെ അത്ര ഇഷ്ടമല്ല. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ പറയണോ? തക്കാളി, വെല്ലുള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് വേവിക്കുക. ഇതിലോട്ട് ചേനത്തണ്ട് ക്ലീൻ ചെയ്തത് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇനി ഇത് വേവിച്ച ശേഷം ഞാനിവിടെ തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും അരച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ കൂളിംഗ് ഗ്ലാസ് വെച്ചപ്പോൾ സിനിമാ നടി ഫിലോമിന ചേച്ചി പോലുണ്ട് ഇത്ര. ഞാൻ എൻ്റെ ഒരു തമ്മിലിൽ ഞാൻ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നേ. എന്തായാലും സിനിമാ നടി ഫിലോമിനയ്ക്ക് എന്താ ഒരു കുഴപ്പം? നല്ല രസമല്ലേ കാണാൻ, നല്ല കഴിവുണ്ട്, എല്ലാം ഉണ്ട്. എനിക്കൊരു പ്രശ്നമില്ല അങ്ങനെ ഉപമിച്ചതിൽ കേട്ടോ. കളിയാക്കിയതാണെന്ന് മനസ്സിലായി. പിന്നെ കുക്കറിൽ ചോറ് വെച്ചാൽ എന്താ കുഴപ്പം? ഞാൻ അങ്ങനെയാണ് വെക്കാറെന്ന് പറയുന്നുണ്ട്. കുഴപ്പം അവര് ഇങ്ങനെ പറഞ്ഞു, പ്രശ്നമാണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. അപ്പോൾ കറിയിലോട്ട് നമ്മൾ തേങ്ങയൊക്കെ ചേർത്തി ഉപ്പൊക്കെ ഇട്ട് ഒന്ന് തിളച്ച് വന്ന ശേഷം മുരിങ്ങ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. മുരിങ്ങ ആദ്യം തന്നെ ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ വെന്ത് കയപ്പായാലോ. മുരിങ്ങൻ്റെ പൂവുണ്ടിട്ട് നമ്മൾ ഒരു കമ്പ് പൊട്ടിച്ചപ്പോൾ അതിൽ കുറേ പൂക്കൾ കണ്ടത്. ശരിക്കും എൻ്റെ ഉമ്മാൻ്റെ നെഞ്ചെടറി എന്നൊക്കെ പറയില്ലേ, എന്നാ നമ്മുടെ ജിസയിൽ പറഞ്ഞ പോലെ നെഞ്ച് പൊട്ടിപ്പോയി എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ പത്തിരി പ്രസ് ഇല്ലേ വീട്ടില്? ഉണ്ട്, പക്ഷെ യൂസ് ചെയ്യാറില്ല കേട്ടോ. അങ്ങനെ നമ്മള് ഇതൊന്ന് താളിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെന്താ, ഷമീമ് വന്നതിന്റെ ഹാപ്പി ചിരിയാണെന്ന് വിചാരിച്ചു. ഞാൻ ചീത്ത പറയുമ്പോൾ ഹസ്ബൻഡ് ഇടയ്ക്ക് കയറാറുണ്ട്. ഓക്കെ മുത്തേ, അപ്പോ സെയിം പിച്ച്. ഓക്കെ. ഷൂറാക്ക് കൊളാബാണോ ചോദിക്കുന്നുണ്ട്. അതെ, കൊളാബാണ്, പക്ഷെ നല്ല സംഭവം. അതിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, യൂട്യൂബിലും ഉണ്ട്, ഇൻസ്റ്റയിലും ഉണ്ട് കേട്ടോ. ഞാൻ റിഹാനെ ട്രോളുന്ന സംഭവമാണ്. അവൻ ആ വോയിസ് ഇടരുത് എന്ന് എന്നോട് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇടുന്നില്ല കേട്ടോ. അപ്പൊ എന്തായാലും നെക്സ്റ്റ് ഞാൻ ഇതിൽ കാണിക്കുന്നത് നല്ലൊരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ലഞ്ച് ബോക്സ് റെസിപ്പിയാണ്. അയൻകുട്ടി നല്ലോണം ക്ഷീണിച്ചു, ഫുട്ബോൾ കളിച്ചിട്ടാട്ടോ ക്ഷീണിച്ചത്. അവന് മാച്ച് ഉണ്ടായിരുന്നു, പിന്നെ ഒരു ദിവസം ലീവ് ആക്കേണ്ടി വന്നു. ആള് നല്ലോണം ടയേർഡായി. അപ്പൊ രാവിലെ ഞാൻ ഈ റൈസ് ഉണ്ടാക്കിയപ്പോൾ അവനക്ക് കഴിക്കാൻ കൊടുത്തതാണ്. വേറെ പ്രശ്നമൊന്നുമില്ല, ക്ഷീണാണ് കേട്ടോ. അങ്ങനെ മുരിങ്ങ എടുത്തിട്ടുണ്ട്, അത്യാവശ്യം മുരിങ്ങ എടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് മല്ലിയില, അതേപോലെ പുതിന വെച്ച് കൊടുക്കുന്നുണ്ട്. ഒക്കെ കഴുകി വൃത്തിയാക്കിയത് വേണം കേട്ടോ. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ പച്ചമുളക്, നമുക്കൊരു പച്ച മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണിത്. അരച്ചിട്ട് ക്യാപ്സിക്കം ചേർത്തി കൊടുക്കുന്നുണ്ട്. കംപ്ലീറ്റ് അരച്ചെടുക്കണം. പിന്നെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണയോ വെളിച്ചെണ്ണയോ നെയ്യോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യുക. പട്ട, ഗ്രാമ്പു, ഏലക്ക, ചെറിയ ജീരകം, 2-3 വലിയുള്ളി. ഞാനിവിടെ 2 കപ്പ് റൈസ് കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു 3 വലിയുള്ളിയൊക്കെ ഇട്ട് കൊടുത്തോ. ഉപ്പിട്ടിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. തക്കാളി പക്ഷെ ഒന്നും മതി കേട്ടോ, ഒത്തിരി അങ്ങ് പുളി വേണ്ട. അപ്പോൾ തക്കാളി ഒരെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അരച്ചു വെച്ച പച്ച മസാല ഇതിലോട്ട് ചേർക്കാം. നമ്മുടെ റൈസ് ഒരു പച്ച കളറാണ് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇടയ്ക്ക് അടച്ചു വെച്ചോ, അപ്പോഴാണ് ഇത് നല്ലപോലെ അതിൻ്റെ പച്ച മസാലയുടെ പച്ച കുത്തൊക്കെ മാറി കിട്ടുള്ളൂ. നല്ലപോലെ ഒന്ന് ഇളക്കിയെടുത്ത ശേഷം തക്കാളിയൊക്കെ ഒന്നും കൂടെ മെൽട്ടാവട്ടെ. പിന്നെ ഇവിടെ ഞാൻ ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മന്തി മസാല, കപ്സ മസാല ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ തൈരും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ട് ഞാൻ ഇതിലോട്ട് കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുത്തു. പിന്നെ എഗ്ഗ് ബോയിലാക്കി വെച്ചിരുന്നത് ഞാനിവിടെ വരഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റും കൂടെ നമുക്ക് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഇന്ന് അത്യാവശ്യം വലിയ വ്ളോഗ് ആയതുകൊണ്ട് ഈ വോയിസ് ഓവർ കൊടുത്ത് എനിക്ക് മതിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ മിക്സിയുടെ ജാറിൽ തന്നെ ആക്കിയ വെള്ളാട്ടോ എടുക്കുന്നത്, അതുകൊണ്ട് പച്ച കളർ വെള്ളമായിരിക്കും. 1 കപ്പ് റൈസിന് 2 കപ്പ് വെള്ളം എന്ന രീതിയിൽ നമുക്ക് എടുക്കണം. 2 കപ്പ് ആയതുകൊണ്ട് 4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം അവിടെ തിളപ്പിച്ച് മാറ്റി വെച്ചോട്ടോ, ആവശ്യം വന്നാലോ. പിന്നെ കഴുകി വൃത്തിയാക്കിയ ജീരകശാല അരി ഈ വെള്ളമൊക്കെ ഒന്ന് തിളച്ച ശേഷം ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ആക്കുക, ഇളക്കി കൊടുക്കുക. വീണ്ടും നെയ്യും എണ്ണൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. പിന്നെ റൈസ് വെന്തൂന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം ഇതിന്റെ മുകളിലോട്ട് എഗ്ഗ് വെച്ച് കൊടുക്കുക. കളർഫുൾ ആവാൻ വേണ്ടിയിട്ട് ഞാൻ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ മുകളിൽ ഇങ്ങനെ വിതറി കൊടുക്കുന്നുണ്ട്.
നല്ലതുമല്ലേ കഴിക്കാൻ. അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേണമെങ്കിൽ ലോ ഫ്ലെയിമിൽ ഒന്ന് ദം ചെയ്തിട്ടെടുക്കാം. സംഭവം നല്ല ടേസ്റ്റാണ്. കുറച്ച് ഒട്ടിപ്പിടിച്ച പോലെയാട്ടോ ഈ റൈസ് ഉണ്ടാവുന്നത്. ലഞ്ച് ബോക്സിലേക്കൊക്കെ പാക്ക് ചെയ്യുക. അതേപോലെ സൈഡായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ സ്വന്തം സാലഡാണ്. ഇവിടെ ഉള്ളിയും ക്യാരറ്റ് പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ടാക്കിയ സാലഡാണ് കേട്ടോ. അപ്പൊ ഇന്ന് റിഹാൻക്ക് മാത്രമാണ് ലഞ്ച് ആക്കിയത്. അയാൻ പിന്നെ വീട്ടിൽ നിന്ന് തന്നെ ഇത് കഴിച്ചു. അങ്ങനെ അയ്യോ, നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്ക് എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. നമ്മുടെ യൂട്യൂബ് ചാനൽ, FB പേജ്, ഇൻസ്റ്റാ പേജൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. എനിക്ക് എന്നും ആഗ്രഹമുണ്ട് 30-35 മിനിറ്റിൻ്റെ വീഡിയോ ഇടണം എന്നുള്ളത്. പക്ഷെ എന്നെ കൊണ്ട് ഇപ്പോൾ പറ്റുന്നില്ല. അപ്പം എന്തായാലും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ